പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പരിമിതമായ ബുദ്ധിയിൽ നാം പലതും ചിന്തിക്കും, പ്ലാൻ ചെയ്യും. പക്ഷേ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ചിന്തകളുമൊക്കെ ദൈവകരത്തിലൊന്ന് സമർപ്പിച്ചേ. പരിമിതിയില്ലാതെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാത്ത ദൈവപ്രവൃത്തികളാണ് നമുക്കായി വെളിപ്പെടുന്നത്. യെശയ്യാ പ്രവചനം 55:8-9 വചനം നിങ്ങൾക്ക് കാണാതറിയായിരിക്കും. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരത്തെക്കാളും വഴികളെക്കാളും ഉയർന്നിരിക്കുന്നു. അതിനേക്കാളൊക്കെ വലുതാ എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ അത് നമ്മുടെ ഈ പരിമിതമായ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ചെയ്യത്തുള്ളൂ. കർത്താവ് ചെയ്താലോ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഓ ഹല്ലേലൂയ! അങ്ങനെയാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വിചാരപ്പെടാൻ ഈ ലോകത്തിൽ ആരും കാണത്തില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പരാതി പറയാറുണ്ടല്ലേ. എനിക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കുവാൻ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുവാൻ ആരുമില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ബി അഷ്യൂർഡ്, കർത്താവ് നിങ്ങൾക്കായി പ്ലാൻ ചെയ്യും. അവിടുന്ന് നിങ്ങൾക്കായിട്ട് ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമേ. നമ്മൾ ഈ റോസഫ് ഷാരൻ ഈ കുടുംബം ശരിക്കും ഈ സന്ദേശങ്ങൾ ഇടാൻ തുടങ്ങിയത് കോവിഡ് സമയത്താണ്. അതാണ് ഇത്രത്തോളം വളർന്നത്. ഇതൊരു വലിയ കുടുംബമായി തീർന്നു. നമ്മളെല്ലാം പരസ്പരം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ കുടുംബത്തെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതിന് സബ്ടൈറ്റിൽസ്, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് നമ്മുടെ ചേർച്ചിലെ ഒരു മോള് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, അപ്പാ എനിക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഈ സന്ദേശം ഒന്ന് സബ്ടൈറ്റിൽ ചെയ്യുമോ, ഡബ് ചെയ്യുകയോ ചെയ്യണം. പക്ഷെ ഐ എം ഹെൽപ്ലെസ്, എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ അതിന് ഒത്തിരി കാര്യങ്ങൾ നോക്കി, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, AI ഒന്ന് ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ നോക്കി. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അനേക കോടി ജനത്തിന് ക്രിസ്തു ആരെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ സന്ദേശം അവയൊക്കെ ഒന്ന് എത്തിക്കണം. കർത്താവ് ചില വഴികൾ തുറക്കണേ. അനേക കോടി ജനത്തിലേക്ക് സന്ദേശം എത്തി അവരുടെ എല്ലാം പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി അവരെല്ലാം കർത്താവിനെ പ്രണയിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നപ്പാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. Then I just left it to the Lord. അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് ചെക്ക് ചെയ്തപ്പം നമ്മളുടെ ഈ മെസ്സേജിന് ഹിന്ദി സബ്ടൈറ്റിൽസോടെ ഒരു ഇത് വന്നിരിക്കുന്നു ഫേസ്ബുക്കിൽ. അപ്പം ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചു. ഓ അപ്പാ, ഇങ്ങനൊരു വഴി കർത്താവ് തുറന്നല്ലോ. അടുത്ത ദിവസം നോക്കിയപ്പം നമ്മുടെ സന്ദേശം ഹിന്ദിയിൽ ഡബ് ചെയ്ത് നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് കിടക്കുന്നു. അത് സൗദി അറേബ്യയിലുള്ള ഒരു ദൈവ മനുഷ്യനോട്, സൗദി അറേബ്യ എന്ന് തോന്നുന്നു, അത് ബഹ്റിനാണോ, ഒരു ദൈവ മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് അദ്ദേഹം ചെയ്തതാ. ഞാൻ പറഞ്ഞിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച്. നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മളുടെ പരിമിതിക്കനുസരിച്ച് അതിനെ പ്ലാൻ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ വലുതാ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവ് അങ്ങനത്തെ വഴികളെ തുറക്കും. ഞാൻ ദൈവത്തെ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കണേ. നമ്മൾക്ക് ഇന്ത്യയെ മൊത്തം റീച്ച് ചെയ്യണം, എല്ലാ ഭാഷക്കാരെയും നമുക്ക് റീച്ച് ചെയ്യണം. പിന്നെ പുറത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഉണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാകും. നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലേക്കും ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയർ, നമ്മുടെ ഈ സന്ദേശം ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അതിനുവേണ്ടി വഴികളെ ഒരുക്കും. ഞാൻ വിശ്വസിക്കുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവിക പ്ലാനുകൾ വലുതാ. എൻ്റെ പ്രിയരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയി പോകരുത്. ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അയ്യോ എനിക്ക് വേണ്ടി ആരും പ്ലാൻ ചെയ്യാനില്ലല്ലോ, ഒന്ന് വിചാരപ്പെടാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കരുത്. എൻ്റെ പാരൻസിന് സാധിക്കുന്നില്ലല്ലോ, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാരപ്പെട്ട് ദുഃഖിക്കാതെ ഈ വചനം
നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. അപ്പാ, അങ്ങയുടെ വചനം പറയുന്നു അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ വലുതാ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് വലുതാ. അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ഹോളി സ്പിരിറ്റ് നിങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കട്ടെ. ഹോളി സ്പിരിറ്റ് നിങ്ങൾക്കായി വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത് നിങ്ങളുടെ ബുദ്ധിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ശ്രേഷ്ഠവും ഉന്നതവുമായതായിരിക്കും. ഒരെഫേർട്ടും ഇല്ലാതെ വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യുവാൻ, മുന്നോട്ട് പോകുവാൻ ഹോളി സ്പിരിറ്റ് നിങ്ങളെ ബലപ്പെടുത്തും. അതേ പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രം ചെയ്യും, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി അത് യേശുവാകട്ടെ. മറ്റാരേക്കാൾ, മറ്റെന്തിനേക്കാൾ, നിങ്ങളുടെ സ്വയത്തേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുക. അവിടത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ വലുതാ. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും നിരൂപിക്കുവാൻ കഴിയുന്നതിലുമൊക്കെ അപ്പുറമാ. ഇന്നാരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. ഞാൻ വിശ്വസിക്കുന്ന, എന്നെ നയിക്കുന്ന, എനിക്കായി തീരുമാനങ്ങൾ എടുക്കുന്ന, എനിക്കായി പദ്ധതികൾ, വിചാരങ്ങൾ ഒരുക്കുന്ന എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ശ്രേഷ്ഠമായതൊരുക്കും, ഉന്നതമായതൊരുക്കും. മാനുഷികമായിട്ടുള്ള ആശ്രയങ്ങളെ വിട്ടൊഴിഞ്ഞ് കർത്താവിനെ സ്നേഹിച്ച് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇന്ന് പകലൊന്ന് വിധേയപ്പെടുത്തി കൊടുത്തേ. കർത്താവിൻ്റെ കരം നിങ്ങൾക്കായിട്ട് അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, വഴികൾ അതെത്ര വലുതാ. ഹല്ലേലൂയ, താങ്ക് യു അപ്പാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ശ്രേഷ്ഠ ഉന്നതമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവിനാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, താങ്ക് യു അപ്പാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, അവിടുന്ന് നിങ്ങൾക്കായി തുറക്കുന്ന വഴികൾ ഉയർന്നിരിക്കുന്നു. ഒരു മനുഷ്യനും ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി. ദൈവവചനം ഇങ്ങനെ പറയുന്നല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വയത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ആരും സ്വപ്നം പോലും കാണാത്തതാ. ഉന്നതം. ബ്ലെസ് യു.